വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ 6ാം ഭാവത്തിലുള്ള വ്യാഴം 7ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു വാരവും കൂടിയാണ്. ഏറെക്കുറെ വ്യാഴത്തിൻ്റെ ഒരു അവസാന കാലഘട്ടമാണ്. മേടക്കൂറിലുള്ള അവസാനത്തെ ഒരു കാലഘട്ടം. ഈ ഒരു കുറച്ച് വർഷം 10 വർഷത്തിന് ശേഷം ഇനി ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഒരു 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 ഗ്രഹ പൂർത്തീകരണം, ഒരു സഞ്ചാര പൂർത്തീകരണത്തിന് ശേഷം ഇതാ ആദ്യം ആരംഭിച്ച് മേടത്തിൽ നിന്നും സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അത് തന്നെ വൃശ്ചികക്കൂറുകാർക്ക് അത് വളരെയധികം നന്മയെ കൊണ്ടുവരാനുള്ളതാണ്. 7ാം ഭാവത്തിലേക്ക് ഉള്ള ഈ വ്യാഴത്തിൻ്റെ മാറ്റം. വിദേശ സഞ്ചാരങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തിൽ നിങ്ങൾ എന്തായാലും ഒരു വിദേശ യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നാണ്. അത്ര പോലും നിങ്ങൾക്ക് വളരെയധികം പൂർണ്ണ യോഗമാണ് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. കർമ്മ തടസ്സങ്ങൾ ഈ വാരത്തിൽ നിശ്ചയമായും വിട്ടുമാറുന്നതായിട്ട് കാണാം. അതോടൊപ്പം തന്നെ ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഒപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി ജോലി കയറ്റത്തിന് ഉള്ള സാധ്യത വളരെയധികം. അങ്ങനെയുള്ള അവസരങ്ങളുള്ളവർ പരിശ്രമിക്കാതിരിക്കരുത്. നിങ്ങൾ അതിനൊക്കെ പരിശ്രമിക്കുന്നത് വളരെയധികം നല്ലതായിട്ട് കാണാം ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. ആരോഗ്യ കാര്യങ്ങൾ മധ്യവയസ്സിന് മുകളിലോട്ടുള്ളവർ 50 വയസ്സ് 60 വയസ്സിന് മുകളിലോട്ടുള്ളവരെ സംബന്ധിച്ച് ആരോഗ്യ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതായിട്ട് ഈ ഒരു വാരത്തിൽ കാണാം. ഗൃഹത്തിൽ ബന്ധുജനങ്ങൾ വന്നു ചേരുന്നതിനും ഗൃഹത്തിൽ ധാരാളം സന്തോഷം വന്നു ചേരുന്നതിനും നമ്മൾ നിൽക്കുന്ന വിഷമ പ്രദേശത്ത് നിൽക്കുന്ന ഒരു ഇടത്ത് വളരെയധികം സന്തോഷം കളിയാടുന്ന അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ വരികയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. സൗഹൃദങ്ങൾ, പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരുന്നതിന് ഈ ഒരു വൃശ്ചികക്കൂറുകാർക്ക് വളരെയധികം നല്ലതായിട്ട് കാണാം. മുഖ്യമായിട്ട് ഈ രോഗം മാറിക്കിട്ടുക എന്നുള്ളത് തന്നെയാണ് വളരെയധികം നല്ലത് എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ വാഹനാദി വിഷയങ്ങളിൽ തടസ്സം മാറുന്നതിനും വിദേശ സഞ്ചാരം പറഞ്ഞല്ലോ, ഉപരിപഠനത്തിന് പോകുന്നവരെ സംബന്ധിച്ചും വളരെയധികം നല്ലതുള്ള കാലമാണ്. പ്രത്യേകിച്ച് വിവാഹാദി വിഷയങ്ങളിൽ ഒട്ടനവധി പേർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാവുന്നതിനും പ്രപ്പോസൽസ്, ഒരുപാട് കുട്ടികൾക്ക് വിവാഹം ആലോചിക്കാൻ ആരംഭിക്കാൻ ഒരു കാലഘട്ടം, അതൊക്കെ ഇത് നല്ലതാണ്. അനവധി ആൾക്കാരുടെ കോഴ്സുകളൊക്കെ കഴിഞ്ഞ് വന്ന് എത്തിച്ചേരുന്ന ഒരു കാലവും കൂടിയായിട്ട് മാറട്ടെ. ഇത് നല്ലതുപോലെ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി നീങ്ങാൻ സാധിക്കുക. വ്യാഴക്ഷേത്രത്തിൽ നവഗ്രഹങ്ങൾ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നവഗ്രഹത്തിൽ ക്ഷേത്രത്തിൽ പോയി തൊഴുക. അവിടെ ബൃഹസ്പതിക്ക് വേണ്ടതുപോലെ കടല നിവേദിച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കുക. വളരെയധികം ആ ഫലത്തെ കൊണ്ടുതരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കഴിക്കുന്നതിനും അയ്യപ്പ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ശനിക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ഇതൊക്കെ ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇത് കണ്ടറിഞ്ഞ് ഒന്ന് നിങ്ങൾ തൊഴുതു നോക്കൂ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴുതു കഴിഞ്ഞാൽ അത്രയധികം നിരവധി തൊഴുന്നുകൊണ്ടല്ല, വേണ്ടതിനെ അറിഞ്ഞ് ചെയ്യാൻ സാധിക്കണം. അതൊക്കെ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ ഒരു വാരത്തിൽ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.